പുതിയ സിറിയയും ഒരു ആഭ്യന്തര യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് സൂചന. അലവികൾക്കെതിരെയായ സുന്നി ഭൂരിപക്ഷ സർക്കാർ നടപടിക്ക് പിന്നാലെ ഡ്രൂസ് വംശജർക്കെതിരായ അതിക്രമമാണ് സിറിയയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തെക്കൻ സിറിയയിലെ സുവൈദയിൽ ഡ്രൂസ് വംശീയ ന്യൂനപക്ഷങ്ങൾക്കെതിരായ സൈനിക നീക്കത്തിൽ മരണസംഖ്യ 600-നോടടുത്തിരിക്കുന്നു. സംഘർഷങ്ങൾ അടിച്ചമർത്താനാണെന്ന വ്യാജേനെ അഹമ്മദ് അൽ ഷരാ ഭരണകൂടം വ്യാപകമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയതായും മനുഷ്യാവകാശ സംഘടനയായ സിറിയൻ ഒബ്സർവേറ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഞായറാഴ്ച പൊട്ടിപ്പുറപ്പെട്ട ഡ്രൂസ് ബദൂവിൻ വംശീയ സംഘർഷത്തിലേക്ക് സിറിയൻ സൈന്യം പ്രവേശിച്ചതിനു ശേഷം തെക്കൻ നഗരമായ സുവൈദ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വേദിയാകുന്നതായാണ് റിപ്പോർട്ട്. UK ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന സംഘടനയുടെ കണക്ക് പ്രകാരം 6 ദിവസത്തിനിടെ സുവൈദയിൽ കൊല്ലപ്പെട്ടത് 594 പേരാണ്. ഇതിൽ 146 സായുധ സേനാ അംഗങ്ങളും 154 സാധാരണക്കാരും ഉൾപ്പെടെ 300-ലധികം പേരും ഡ്രൂസ് മതന്യൂനപക്ഷക്കാർ. ഡ്രൂസ് വംശജരായ 83 ആളുകളെ സിറിയൻ സേന വധശിക്ഷയ്ക്ക് വിധേയരാക്കിയെന്നും SOHR പറയുന്നു. ഡ്രൂസ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ താടിയും മീശയും ബലമായി വടിച്ചു കളയുന്നതിന്റെയും മർദ്ദിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ എക്സ് ഹാൻഡിലൂടെ പ്രചരിച്ചിരുന്നു. ഷിയ ഉപവിഭാഗമായ ഡ്രൂസ് വംശജരും സുന്നി ബദൂവിൻ ഗോത്രവംശജരും തമ്മിലെ നീണ്ട കാലത്തെ ശത്രുതയുടെ തുടർച്ചയായിരുന്നു ഞായറാഴ്ചയിലെ സംഘർഷം. ഡ്രൂസ് വിഭാഗക്കാരനായ വ്യാപാരിയുടെ തിരോധാനത്തോടെ ആരംഭിച്ച സംഘർഷത്തിൽ 18 ബദൂവിൻ വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബദൂവിൻ ഗോത്ര പോരാളികളായ 3 പേരെ ഡ്രൂസ് സായുധ സംഘാംഗങ്ങൾ വധിച്ചു. സംഘർഷങ്ങൾ നിയന്ത്രിക്കാനെന്ന പേരിൽ മേഖലയിലേക്ക് പ്രവേശിച്ച സിറിയൻ സൈന്യത്തിന് ഇതുവരെയുണ്ടായത് 257 സൈനികരുടെ നഷ്ടമാണ്. മേഖലയുടെ സൈനികവൽക്കരണം തടയുക, ഡ്രൂസ് വംശജരെ സംരക്ഷിക്കുക എന്നീ കാര്യങ്ങൾ അവകാശപ്പെട്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 15 സിറിയൻ സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതായാണ് SOHRന്റെ റിപ്പോർട്ട്. ബുധനാഴ്ച ഡമാസ്കസിലെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ സുവൈദയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും സൈന്യം പിന്മാറുകയും ചെയ്തിരുന്നു. എന്നാൽ വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിന് കനത്ത നാശനഷ്ടമുണ്ടാക്കുകയും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപത്തടക്കം ആക്രമിക്കുകയും ചെയ്ത നീക്കത്തെ മുന്നറിയിപ്പായാണ് ഇസ്രായേൽ വിശേഷിപ്പിച്ചത്. അതേസമയം ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള മനഃപൂർവ്വമായ ശ്രമമെന്നാണ് ബുധനാഴ്ച നടത്തിയ പ്രതികരണത്തിൽ സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷരാ വിശദീകരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.